മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte solution at a given concentration is the conductance of all ions formed from 1 mole of electrolyte kept between two electrodes at a distance of unit length. അതായത് രണ്ട് ഇലക്ട്രോഡുകൾ യൂണിറ്റ് ലെങ്ത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ള രണ്ട് ഇലക്ട്രോഡ്, ആ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ സൂക്ഷിച്ചിട്ടുള്ള 1 മോൾ ഇലക്ട്രോലൈറ്റ്, ആ 1 മോൾ ഇലക്ട്രോലൈറ്റിലെ എല്ലാ അയോൺസിൻ്റെയും കണ്ടക്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ മോളാർ കണ്ടക്ടിവിറ്റിയെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഡിനോട്ടഡ് ആസ് ലാംഡ എം. ലാംഡ എം എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി, വേർ കാപ്പ ഈസ് ദി കണ്ടക്ടിവിറ്റി. കാപ്പയെ നമുക്ക് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം, ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ്. ആൻഡ് സി ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെയാണ് സി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് കാപ്പ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സീമൺ പെർ മീറ്റർ. സീമൺ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഇവിടെ കാപ്പ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് the concentration is expressed in terms of mole per meter cube. കോൺസെൻട്രേഷൻ മോൾ പെർ മീറ്റർ ക്യൂബിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സീമൺ മീറ്റർ സ്ക്വയർ പെർ മോൾ ഓർ മോൾ ഇൻവേഴ്സ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലാണ് മോളാർ കണ്ടക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണഗതിയിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദെൻ മൊളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 കാപ്പ ഡിവൈഡഡ് ബൈ എം. 1000 കാപ്പ ഡിവൈഡഡ് ബൈ എം. അവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ കാപ്പയുടെ യൂണിറ്റ് സീമൺ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. കാപ്പയുടെ യൂണിറ്റ് സീമൺ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ്റെ ടേം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? മൊളാരിറ്റിയാണ്. കോൺസെൻട്രേഷൻ മൊളാരിറ്റിയുടെ ടേമിലാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ എം മൊളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റിനെ ഈ രീതിയിൽ എഴുതാം. മൊളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ലാംഡ എമ്മയുടെ യൂണിറ്റ് സീമൺ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇതാണ് മൊളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് യൂണിറ്റിലും മോളാർ കണ്ടക്ടിവിറ്റിയെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റിക്കും മോളാർ കണ്ടക്ടിവിറ്റിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എനി ഗിവൺ കോൺസെൻട്രേഷൻ ഈസ് ദി കണ്ടക്ടൻസ് ഓഫ് 1 യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ കെപ്റ്റ് ബിറ്റ്വീൻ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത് ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ഇലക്ട്രോഡുകൾ, 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ, ആ പ്ലാറ്റിനം ഇലക്ട്രോഡുകൾക്കിടയിൽ 1 യൂണിറ്റ് വോളിയം സൊല്യൂഷൻ ഓർ ഇലക്ട്രോലൈറ്റ് സൂക്ഷിക്കുന്നു.
അങ്ങനെ 1 യൂണിറ്റ് വോളിയം ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ തരുന്ന കണ്ടക്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി എന്താണ് കോൺസെൻട്രേഷനും കണ്ടക്ടിവിറ്റിയും അതുപോലെ മൊളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. ബോത്ത് കണ്ടക്ടിവിറ്റി ആൻഡ് മൊളാർ കണ്ടക്ടിവിറ്റി ചേഞ്ച് വിത്ത് ദി കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് മൊളാർ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റിയും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാനുള്ള കാരണം? എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ബോത്ത് ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും കേസിൽ, ഇപ്പോൾ 2 ഇലക്ട്രോലൈറ്റിൻ്റെയും കേസിൽ എന്താണ്? കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡയല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട്. കോൺസെൻട്രേഷൻ കുറയുക അല്ലെങ്കിൽ ഡയല്യൂഷൻ കൂടുക, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡയല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി കുറയുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറയുന്നത്? ദിസ് can be explained by the fact that the number of ions per unit volume that carry the current in a solution decreases on dilution. അപ്പോൾ കണ്ടക്ടിവിറ്റി കുറയാനുള്ള കാരണം എന്ത് ചെയ്യുന്നു? ഡയല്യൂട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കുറയുന്നു. യൂണിറ്റ് വോളിയത്തിലുള്ള കറണ്ട് ക്യാരിയിങ് അയോൺസ്, നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കുറയുന്നു. അങ്ങനെ നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ക്യാരിയിങ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ഇനി എന്താണ് മൊളാർ കണ്ടക്ടിവിറ്റിക്ക് സംഭവിക്കുന്നത്? മൊളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ. This is because of the decrease in the inter-ionic attraction for strong electrolyte. അപ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത് ഡയല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഡയല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ചിട്ട് മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഡിക്രീസ് ഇൻ ദി ഇന്റർ അയോണിക് അട്രാക്ഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡയല്യൂട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അയോണുകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അങ്ങനെ അയോണുകൾ തമ്മിലുള്ള അകലം കൂടുന്നത് കൊണ്ട് അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഇന്റർ അയോണിക് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. ഇന്റർ അയോണിക് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നത് കൊണ്ട് അയോണിൻ്റെ മൊബിലിറ്റി, അതിന് വേഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് അതിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിലേക്ക് നോക്കാം. ഗ്രാഫിൽ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ വരച്ച ഗ്രാഫാണ്. റൂട്ട് സിയും ലാംഡ എമ്മും തമ്മിൽ വരച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇനി എന്താണ് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കേസിൽ നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കേസിൽ ഡയല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മൊളാർ കണ്ടക്ടിവിറ്റി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ ഡയല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, ഇങ്ങനെ മൊളാർ ഡയല്യൂട്ട് ചെയ്ത് അതിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റി കൂടി ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് മൊളാർ കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആണ്. പിന്നെയും ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ്, ഈ ഒരു സ്ഥലത്തെ മൊളാർ കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, at infinite dilution, when concentration approaches zero, the molar conductivity attain a maximum value known as limiting molar conductivity. Okay, അപ്പോൾ ഡയലൂഷൻ കൂടുന്നതനുസരിച്ച് മൊളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പ്രത്യേക ഡയലൂഷൻ എത്തുന്ന സമയത്ത് മൊളാർ കണ്ടക്ടിവിറ്റി അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നു.
പിന്നീട് മൊളാർ ഡയലൂട്ട് ചെയ്താലും മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ മൊളാർ കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ ലാംഡ എം എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡ എം ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡയലൂഷൻ ആൻഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദി ഇക്വേഷൻ. ഇപ്പോൾ ലാംഡ എമ്മിനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ 0 മൈനസ് എ ഇൻറ്റു സി റേസ് ടു 1/2. ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ ഇൻറ്റു സി 1/2, സി റേസ് ടു 1/2. എന്താണ് ഇതിൽ ലാംഡ എം? ലാംഡ എം ഈസ് ദി മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഗിവൺ കോൺസെൻട്രേഷൻ. ഓക്കെ, ദെൻ ലാംഡ 0 എം എന്താണ്? മൊളാർ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി മൈനസ് എ ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി പ്ലോട്ട്. ഗ്രാഫിൻ്റെ സ്ലോപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? എ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ സി ഈസ് ദി കോൺസെൻട്രേഷൻ. സി എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ്. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അവിടെ മൊളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഡയലൂട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയുന്നു. ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഇവിടെ മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഓക്കെ, ഇനി എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നോക്കുക. But in the case of weak electrolyte, the dissociation of weak electrolyte increases with the dilution. As the number of ions increases per unit volume, the molar conductivity also increases. അപ്പോൾ നമുക്കറിയാം എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗികമായി ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അയോണീകരിക്കുന്ന ഇലക്ട്രോലൈറ്റിനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ പൂർണ്ണമായിട്ടും ഡിസോസിയേറ്റ് ചെയ്യാത്ത ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു അസറ്റിക് ആസിഡ്, ഒരു 2 ഗ്രാം അസറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ അസറ്റിക് ആസിഡ് 2 ഗ്രാം അസറ്റിക് ആസിഡ് പൂർണ്ണമായിട്ടും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ചില അസറ്റിക് ആസിഡ് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്നു. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മൊളാർ കണ്ടക്ടിവിറ്റിയുമായുള്ള ബന്ധം? മൊളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ഓൺ ഡയലൂഷൻ. ഡയലൂട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് മൊളാർ കണ്ടക്ടിവിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഡയലൂട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് അയോണീകരിക്കുന്നതിൻ്റെ എമൗണ്ട് കൂടുന്നു. മനസ്സിലാണ്ടോ? അപ്പം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കൂടും. നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കൂടിയാൽ നമ്പർ ഓഫ് കറണ്ട് ക്യാരിയിങ് പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടിയെന്നാണ്, അല്ലേ? നമ്പർ ഓഫ് കറണ്ട് ക്യാരിയിങ് പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടിയത് കൊണ്ട് അതിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റിയും കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ദി കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ. As the number of ions increases per unit volume, molar conductivity also increases. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് അത് കാണാവുന്ന അസറ്റിക് ആസിഡിൻ്റെ മൊളാർ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ വരച്ചിട്ടുള്ള ഗ്രാഫാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയലൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് മൊളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ എങ്ങനെയാണോ ഇൻക്രീസ് ചെയ്തത്, മൊളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണോ ഇൻക്രീസ് ചെയ്തത്, അതുപോലെയല്ല അസറ്റിക് ആസിഡിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 റീസൺ ഉണ്ട്. ഇവിടെ ഇന്റർ അയോണിക് ഡിസ്റ്റൻസും കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ എമൗണ്ട് കൂടുന്നുണ്ട്. നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് മൊളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, താങ്ക് യു.